വരന്തരപ്പിള്ളിയിൽ യുവതിയെ വീടിനകത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി. കൊലപാതകമാണെന്ന സംശയത്തെ തുടർന്ന് പോലീസ് ഭർത്താവിനെ ചോദ്യം ചെയ്യുന്നു. തൃശൂർ എരുമപ്പെട്ടിയിൽ കാറുകൾ കൂട്ടിയിടിച്ച് 9 വയസ്സുകാരി മരിച്ചു. 6 പേർക്ക് പരിക്ക്. മറ്റന്നാൾ മുതൽ സംസ്ഥാനത്ത് വീണ്ടും കാലവർഷം ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മറ്റന്നാൾ 4 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. വരന്തരപ്പിള്ളിയിൽ യുവതിയെ വീടിനകത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി. വരന്തരപ്പിള്ളിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന കണ്ണാറ കരടിയള തെങ്ങനാൽ കുഞ്ഞുമോന്റെ ഭാര്യ ദിവ്യയാണ് മരിച്ചത്. കൊലപാതകമാണെന്ന സംശയത്തെ തുടർന്ന് പോലീസ് ഭർത്താവിനെ ചോദ്യം ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസം വൈകിട്ട് ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ദിവ്യയെ വീടിനകത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയെന്നായിരുന്നു കുഞ്ഞുമോന്റെ മൊഴി. ഭാര്യയെ ഓട്ടോറിക്ഷയിൽ ആശുപത്രിയിൽ എത്തിച്ച കുഞ്ഞുമോൻ വരന്തരപ്പിള്ളി പോലീസ് സ്റ്റേഷനിലെത്തി മരണവിവരവും അറിയിച്ചു. പനിയെ തുടർന്ന് ആശുപത്രിയിലാക്കിയ ഭാര്യ മരിച്ചു എന്നായിരുന്നു കുഞ്ഞുമോന്റെ മൊഴി. ആശുപത്രിയിലെത്തി മൃതദേഹം പരിശോധിച്ചപ്പോൾ ദിവ്യയുടെ കഴുത്തിൽ ചില പാടുകൾ കണ്ടതോടെയാണ് സംഭവം കൊലപാതകമാണെന്ന സംശയമുണ്ടായത്. തുടർന്നാണ് കുഞ്ഞുമോനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. മീഡിയ ടൈം, വരന്തരപ്പിള്ളി. കാറുകൾ കൂട്ടിയിടിച്ച് 9 വയസ്സുകാരി മരിച്ചു. 6 പേർക്ക് പരിക്ക്. തൃശൂർ എരുമപ്പെട്ടിയിലാണ് സംഭവം. നിയന്ത്രണം വിട്ട കാർ എതിർദിശയിൽ വന്ന കാറിലേക്ക് ഇടിച്ചു കയറിയാണ് അപകടം നടന്നത്. പരിക്കേറ്റവരെ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്നലെ വൈകിട്ട് മങ്ങാട് സെയിൻറ്റ് ജോർജ് പള്ളി ഗ്രോട്ടോയുടെ മുന്നിലാണ് അപകടമുണ്ടായത്. 9 വയസ്സുകാരി സുനൈനയാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന ഈസ്റ്റ് ഒറ്റപ്പാലം സ്വദേശികളായ പുത്തൻപീടികയിൽ ഹക്കിം, സമദ്, ഷൗജത, സൗനൈന, ഹിസാന, ഷാഹിദ്, മുഹമ്മദ് സാദിഖ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഒറ്റപ്പാലത്ത് നിന്ന് ചാവക്കാട്ടേക്ക് പോവുകയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് എതിരെ വന്നിരുന്ന കാറിൽ ഇടിക്കുകയായിരുന്നു. ആറ്റൂർ സ്വദേശി ഷാഫിയും കുടുംബവുമാണ് ഈ വാഹനത്തിലുണ്ടായിരുന്നത്. ഇവർക്ക് കാര്യമായ പരിക്കുകളില്ല. അപകടത്തിൽ ഒറ്റപ്പാലം സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാറിന് സാരമായ കേടുപാടുണ്ടായി. മീഡിയ ടൈം, തൃശൂർ. അതിരപ്പിള്ളിയിൽ ജനവാസ മേഖലയിൽ പുലികൾ ഇറങ്ങി. ഓയിൽ പാം എസ്റ്റേറ്റിലെ ചെക്ക് പോസ്റ്റിന് സമീപമാണ് വീണ്ടും പുലികൾ ഇറങ്ങിയത്. 2 പുലികളുടെ സാന്നിധ്യമാണ് സംശയിക്കുന്നത്. തൊഴിലാളി ലയങ്ങൾ എസ്റ്റേറ്റിനുള്ളിലായതിനാൽ ആശങ്ക വർദ്ധിക്കുകയാണ്. വെള്ളിയാഴ്ച ഈ മേഖലയിൽ തന്നെ പുലി ഇറങ്ങി ഒരു പശുക്കിടാവിനെ ആക്രമിച്ചു കൊന്നിരുന്നു. ജനസാന്നിധ്യം ഉണ്ടായിരുന്ന സമയത്തായിരുന്നു ആക്രമണം. ആളുകൾ ഒച്ചവെച്ചതോടെ പുലി പ്രദേശത്ത് നിന്ന് ഓടി രക്ഷപ്പെട്ടു. എന്നാൽ ശനിയാഴ്ച 2 പുലികളെ പ്രദേശത്ത് കണ്ടതോടെ ജനങ്ങൾ വീണ്ടും ആശങ്കയിലായിരിക്കുകയാണ്. വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ നിരവധി ആളുകൾ എത്തുന്ന പ്രദേശത്താണ് പുലികളുടെ സാന്നിധ്യം. മാത്രമല്ല, ഓയിൽ പാം എസ്റ്റേറ്റിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ ജീവനും ഭീഷണിയുണ്ടെന്ന് ജനങ്ങൾ പറയുന്നു. തൊഴിലാളി ലയങ്ങൾ എസ്റ്റേറ്റിനുള്ളിലായതിനാലും ആശങ്ക വർദ്ധിക്കുകയാണ്. മീഡിയ ടൈം, ചാലക്കുടി. രാജ്യത്തെ കോവിഡ് കേസുകൾ 6000 കടന്നു. ഞായറാഴ്ച രാവിലെ 8 മണി വരെയുള്ള കണക്കനുസരിച്ച് 6133 കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തുവെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 6 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കർണാടക 2, കേരളം 3, തമിഴ്നാട് 1 എന്നിങ്ങനെയാണ് കോവിഡ് മരണനിരക്കുകൾ. കോവിഡ് കേസുകൾ ഏറ്റവും അധികം റിപ്പോർട്ട് ചെയ്യുന്ന സംസ്ഥാനം കേരളമാണ്. നിലവിൽ 1950 ആക്റ്റീവ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഗുജറാത്ത്, വെസ്റ്റ് ബംഗാൾ, ഡൽഹി, മഹാരാഷ്ട്ര, കർണാടക എന്നിവിടങ്ങളിലും കോവിഡ് കേസുകൾ കൂടുതലാണ്. ഒമിക്രോൺ വിഭാഗത്തിലെ ഒമിക്രോൺ JN.1 വകഭേദമായ LF7 ആണ് വ്യാപിക്കുന്നത്. ഭയപ്പെടേണ്ട വകഭേദമല്ലെങ്കിലും ശ്രദ്ധാപൂർവം നിരീക്ഷിക്കേണ്ട ഗണത്തിലാണ് ലോകാരോഗ്യ സംഘടന ഇതിനെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ചൈന ഉൾപ്പെടെയുള്ള ഏഷ്യയിലെ പല രാജ്യങ്ങളും കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നതിന് പിന്നിലും ഈ വകഭേദങ്ങളാണെന്നാണ് വിദഗ്ധർ വ്യക്തമാക്കുന്നത്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യവകുപ്പും വിശദീകരിക്കുന്നു. എങ്കിലും പ്രായം കൂടിയവർ, നിയന്ത്രണമില്ലാത്ത പ്രമേഹം, അമിത രക്തസമ്മർദ്ദം, ആസ്മ, CPOD പോലുള്ള ദീർഘകാല ശ്വാസകോശ രോഗങ്ങൾ എന്നിവയുള്ളവർ കൂടുതൽ ജാഗ്രത പുലർത്തണം. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈം. മറ്റന്നാൾ മുതൽ സംസ്ഥാനത്ത് വീണ്ടും കാലവർഷം ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മറ്റന്നാൾ 4 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. സംസ്ഥാനത്ത് ലഭിക്കേണ്ട മഴയിൽ ഈ ആഴ്ച 62% കുറവാണ് രേഖപ്പെടുത്തിയത്.
ജൂൺ 11-ന് 5 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ജൂൺ 12-ന് 8 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. മെയ് 24-നാണ് ഇക്കുറി കാലവർഷം എത്തിയത്. മെയ് 24 മുതൽ 31 വരെയുള്ള 7 ദിവസങ്ങളിൽ സംസ്ഥാനത്ത് ശക്തമായ മഴയാണ് രേഖപ്പെടുത്തിയത്. ഈ ദിവസങ്ങളിൽ സംസ്ഥാനത്ത് 440.5% മഴയാണ് സംസ്ഥാനത്ത് ലഭിച്ചത്. എന്നാൽ പിന്നീടുള്ള വാരത്തിൽ കാലവർഷം ദുർബലമായതാണ് സംസ്ഥാനത്ത് മഴയിൽ കുറവുണ്ടായതിന് കാരണം. ജൂൺ 1 മുതൽ 7 വരെയുള്ള തീയതികളിൽ സംസ്ഥാനത്ത് ലഭിച്ചത് 46 മില്ലിമീറ്റർ മഴയാണ്. ഈ ആഴ്ചയിൽ സംസ്ഥാനത്ത് ലഭിക്കേണ്ടത് 120 മില്ലിമീറ്റർ മഴയാണ്. സംസ്ഥാനത്തെ ലഭിക്കേണ്ട മഴയിൽ ഈ ആഴ്ച 62% കുറവാണ് രേഖപ്പെടുത്തിയത്. ആലപ്പുഴ, കാസർഗോഡ് ഒഴികെയുള്ള ജില്ലകളിൽ 50% കുറവ് മഴയാണ് ലഭിച്ചത്. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതോടെ സിനിമാ മേഖലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായെന്ന് മന്ത്രി പി രാജീവ്. വിഷയത്തിൽ സർക്കാർ കൃത്യമായ ഇടപെടലുകൾ നടത്തുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. സിനിമാ മേഖലയിലെ പ്രമുഖനെ തന്നെ അറസ്റ്റ് ചെയ്തിരുന്നല്ലോ എന്നും പി രാജീവ് കൊച്ചിയിൽ ചോദിച്ചു. വളരെ നല്ല രീതിയിൽ നമ്മുടെ സിനിമാ രംഗത്ത് കുറേയേറെ മാറ്റങ്ങൾ ആ കമ്മീഷൻ റിപ്പോർട്ടും അതിനെ തുടർന്നുള്ള ചർച്ചകളുടെ ഭാഗമായി സംഭവിച്ചിട്ടുണ്ട്. പൂർണ്ണമായി മാറിയെന്നല്ല, പല മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കാൻ കഴിയും. വളരെ നല്ല രീതിയിൽ തന്നെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാൻ തുടങ്ങി. ചില സ്ഥലങ്ങളിലെങ്കിലും കമ്മിറ്റികൾ വന്നു. ഇപ്പൊ ഏറ്റവും വലിയൊരാളെയല്ലേ നമ്മളൊരു സിനിമാ നടി തന്നെ പരാതിപ്പെട്ടിട്ട് വളരെ കരുത്തുണ്ട്, സമ്പന്നാണെന്ന ഒരാളെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ലേ? ഇതല്ലോ അതൊരു വിട്ടുവീഴ്ച നമ്മൾ ചെയ്തില്ലല്ലോ. അത് പരാതി വന്നു, പിന്നെ കോടതിയാണ് ബാക്കി കാര്യങ്ങൾ തെളിയിക്കേണ്ടത്. അതിലൊക്കെ സർക്കാരിന്റെ വളരെ ശരിയായ സമീപനമാണുള്ളത്. മറ്റു വാർത്തകൾ നോക്കാം ഒറ്റനോട്ടത്തിൽ. മാള അണ്ണല്ലൂരിൽ പോസ്റ്റിൽ ബൈക്കിടിച്ചു. റിട്ടയർഡ് ഇറിഗേഷൻ ജീവനക്കാരൻ മരിച്ചു. ഇന്നുച്ചയ്ക്ക് ഏകദേശം 1:30 കൂടിയാണ് അപകടം ഉണ്ടായത്. അന്നമനട വൈന്തല സ്വദേശിയായ കണിച്ചായ് വീട്ടിൽ ഫ്രാൻസിസ് ജോസ് ആണ് മരിച്ചത്. അഷ്ടമിച്ചിറ ഭാഗത്തു നിന്നും വന്ന ബൈക്ക് നിയന്ത്രണം തെറ്റി പോസ്റ്റിൽ ഇടിക്കുകയായിരുന്നു. ഉടൻ തന്നെ മാളയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സ്ഥിരമായ അപകടമുണ്ടാകുന്ന മേഖലയാണിതെന്ന് നാട്ടുകാർ പറയുന്നു. ഇറിഗേഷനിൽ ഓഫീസ് അസിസ്റ്റന്റ് ആയിരുന്നു മരിച്ച ഫ്രാൻസിസ് ജോസ്. കയ്പമംഗലം 3 പീടികയിൽ അടച്ചിട്ട വീട് കുത്തിത്തുറന്ന് മോഷണ ശ്രമം. 3 പീടിക വ്യാപാര ഭവനടുത്ത് കൊറ്റായിപ്പറമ്പിൽ സിദ്ദിഖിന്റെ വീടാണ് കുത്തിത്തുറന്ന നിലയിൽ കണ്ടെത്തിയത്. സിദ്ദിഖും കുടുംബവും വിദേശത്താണ്. ഇന്ന് ഉച്ചയോടെയാണ് പരിസരത്തുള്ളവർ വീടിന്റെ മുൻഭാഗത്തെ വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ടത്. മുൻവാതിലിന്റെ ലോക്ക് തകർത്താണ് അകത്ത് കടന്നിട്ടുള്ളത്. വീടിനുള്ളിലെ അലമാരകളെല്ലാം തുറന്നിട്ടുണ്ട്. വീടിനകത്ത് സ്വർണവും പണവും ഉണ്ടായിരുന്നില്ലെന്ന് വീട്ടുകാർ പറഞ്ഞു. കയ്പമംഗലം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. CITU നിർമ്മാണ തൊഴിലാളി യൂണിയൻ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി മാളയിൽ സാംസ്കാരിക സദസ്സ് നടന്നു. CPM ഏരിയ സെക്രട്ടറി TK സന്തോഷ് ഉദ്ഘാടനം നിർവഹിച്ചു. ഏറ്റവും പ്രശസ്തമായ ഒന്നാണ്. അതിൻ്റെ വിഷയങ്ങൾ നമുക്ക് പിന്നീട് മനസ്സിലാക്കും. അത് അവതരണം ഇവിടെയുണ്ടാവും. സംസ്കാരം അല്ലേ? എന്താ സംസ്കാരം? നമുക്കറിയാം, വിവിധങ്ങളായ വ്യാഖ്യാനങ്ങൾ സംസ്കാരത്തെ സംബന്ധിച്ച് ഉണ്ട്. ദമനം ചെയ്ത അധസ്ഥിതന്റെ, അടിച്ചമർത്തപ്പെട്ടവന്റെ വികാരങ്ങളുടെ പ്രതിഫലനമായാണ് ചില സംസ്കാരത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. വിനോദ് കൃഷ്ണ മുഖ്യപ്രഭാഷണം നടത്തി. സലീം പള്ളിമുറ്റത്ത് അധ്യക്ഷനായ സാംസ്കാരിക സദസ്സിൽ KN രഘുവരൻ, KN മനോഹരൻ, I ബാലഗോപാലൻ, CS രഘു, KV ഡേവിസ്, ഷീബ, ഡോളി മാരേക്കാട്, ബഷീർ തെക്കത്ത്, TP രവീന്ദ്രൻ, AP പോൾ എന്നിവർ സംസാരിച്ചു. ഈ മാസം 15, 16 തീയതികളിൽ ആളൂരിൽ വെച്ചാണ് ജില്ലാ സമ്മേളനം. കുഴിക്കാട്ടുശ്ശേരിയിൽ വിശുദ്ധ മറിയം ത്രേസ്യയുടെ തിരുനാൾ ആഘോഷിക്കുന്നു. നേർച്ച ഭക്ഷണ വെഞ്ചിരിപ്പ് പുത്തഞ്ചിറ സെന്റ് മേരീസ് ഫൊറോന പള്ളി വികാരി ഫാദർ ബിനോയ് പൊഴോലിപ്പറമ്പിൽ നിർവഹിച്ചു. തിരുനാൾ കുർബാനയിൽ ഇരിഞ്ഞാലക്കുട രൂപത ബിഷപ്പ് മാർ പോളി കണ്ണുക്കാടൻ മുഖ്യ കാർമ്മികനായി. ഉച്ചതിരിഞ്ഞ് തിരുനാൾ പ്രദക്ഷിണം നടന്നു. തിരുനാളിന്റെ 8ാം ഇടം 15-ന് ദിവ്യബലി, പ്രദക്ഷിണം, തിരുശേഷിപ്പ് വണക്കം എന്നീ പരിപാടികളോടെ നടക്കും. നെല്ലായി പോങ്കോത്ര ALP സ്കൂൾ മാനേജറായിരുന്ന കാട്ടിക്കുളം ഭരതന്റെ നിര്യാണത്തെ തുടർന്ന് സ്കൂളിൽ അനുശോചനം ചേർന്നു. സ്കൂൾ ഹാളിൽ നടത്തിയ അനുശോചന യോഗം പറപ്പുക്കര പഞ്ചായത്ത് പ്രസിഡന്റ് DK അനൂപ് ഉദ്ഘാടനം ചെയ്തു.
പറപ്പുക്കര ഗ്രാമപഞ്ചായത്ത് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KC പ്രദീപ്, പറപ്പുക്കര ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ NM പുഷ്പാകരൻ, പ്രധാന അധ്യാപിക ഷീജ എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. PTA അംഗങ്ങളും വിദ്യാർത്ഥികളും പങ്കെടുത്തു. സംസ്ഥാനത്ത് നൈപുണ്യ വികസനത്തിന് നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ച് മുന്നോട്ട് പോവുകയാണ് സർക്കാരെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. ഇരിഞ്ഞാലക്കുട ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നൈപുണ്യ വികസന കേന്ദ്രത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരളത്തെ ഒരു നവവൈജ്ഞാനിക സംസ്ഥാനമാക്കി മാറ്റുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ വിശിഷ്ടാതിഥിയായി. നഗരസഭ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അംബിക പള്ളിപ്പുറത്ത്, PTA പ്രസിഡന്റ് PK അനിൽകുമാർ എന്നിവർ പങ്കെടുത്തു. ചന്ദ്രാപിന്നി പെരുമ്പടപ്പ് സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ വിശുദ്ധ അന്തോണിസിന്റെ ഊട്ടുതിരുനാളിന് കൊടിയേറി. രാവിലെ നടന്ന ചടങ്ങിൽ ഫാദർ ചെറിയാൻ മാളിയേക്കൽ കൊടിയേറ്റം നിർവഹിച്ചു. ഇടവക വികാരി ഫാദർ ഡോഫിൻ കാട്ടുപറമ്പിൽ, ജനറൽ കൺവീനർ ഡെയ്സൺ പുലിക്കോട്ടിൽ, ജോയിന്റ് കൺവീനർ ഡേവിസ് ചെറുവത്തൂർ, കൈക്കാരന്മാരായ ജോൺസൺ പുലിക്കോട്ടിൽ, ആന്റോണിയോ പുലിക്കോട്ടിൽ എന്നിവർ നേതൃത്വം നൽകി. തിരുനാൾ ദിനമായ ജൂൺ 15 രാവിലെ നടക്കുന്ന ആഘോഷമായ പാട്ടുകുർബാനയ്ക്ക് ഫാദർ അനിൽ പുതുശ്ശേരി മുഖ്യ കാർമ്മികത്വം വഹിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. വരന്തരപ്പിള്ളിയിൽ യുവതിയെ വീടിനകത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി. കൊലപാതകമാണെന്ന സംശയത്തെ തുടർന്ന് പോലീസ് ഭർത്താവിനെ ചോദ്യം ചെയ്യുന്നു. തൃശൂർ എരുമപ്പെട്ടിയിൽ കാറുകൾ കൂട്ടിയിടിച്ച് 9 വയസ്സുകാരി മരിച്ചു. 6 പേർക്ക് പരിക്ക്. മറ്റന്നാൾ മുതൽ സംസ്ഥാനത്ത് വീണ്ടും കാലവർഷം ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മറ്റന്നാൾ 4 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.